ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 2 ടൈപ്പ് വാക്സിനുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. രണ്ടും ഓറലായിട്ട് അല്ലെങ്കിൽ നമ്മൾ നേരെ കഴിക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പം ഈച്ചയുടെ സാന്നിധ്യം നമ്മുടെ ഒരു പരിധിവരെ നമ്മളുടെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു പ്രോബ്ലമാണ്. നമ്മുടെ പരിസരത്ത് നമ്മൾ ആവശ്യമില്ലാതെ വേസ്റ്റ് വസ്തുക്കൾ ഇടുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഈച്ചയുടെ സാന്നിധ്യം ഉണ്ടാകും. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് ഇതൊരു അപകട സാധ്യതയിലേക്ക് വന്നെത്തുന്നത്. ഈ ഒരു സമയത്ത് പലപ്പോഴും ഹോസ്പിറ്റലിലുള്ള സഹായത്തോടു കൂടി ഒരാൾക്ക് അതിൽ നിന്നും തരണം ചെയ്ത് എത്താൻ പറ്റുള്ളൂ. കഴിയുന്നതും പൊതുസ്ഥലങ്ങളിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് കുറയ്ക്കുന്നതാണ് ഉചിതം. പൊതുസ്ഥലങ്ങളിൽ ഫിൽറ്ററിന്റെ മെയിൻ്റനൻസ് നടക്കാറില്ല. അപ്പം അതൊരു കാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈച്ച നല്ലൊരു വാഹകരാണ്. ഇതുപോലുള്ള കോളറയും മറ്റ് അനുബന്ധ വയറിളക്ക രോഗങ്ങളുടെയും വാഹകരായി നമ്മൾ ഈച്ചകൾ നന്നായി ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഈച്ചയുമായിട്ടുള്ള കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. നമസ്കാരം. ഒരു ഗ്ലാസ് വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ചെറിയൊരു അശ്രദ്ധ മതി നമ്മുടെയോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയോ ജീവൻ തന്നെ അപകടത്തിലാകാൻ. നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ പകരുന്നതും എന്നാൽ ചെറിയൊരു ശ്രദ്ധ പുലർത്തിയാൽ ഒരു പരിധിവരെ തടയാൻ കഴിയുന്നതുമായ ഒരു അസുഖത്തെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. കോളറ. സുരക്ഷിതമായ ഭക്ഷണവും ശുദ്ധജലവും നമ്മുടെ ജീവനെ എങ്ങനെ രക്ഷിക്കും? രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ എന്ത് ചെയ്യണം? എങ്ങനെ അതിനെ നേരിടണം? എങ്ങനെ പ്രതിരോധിക്കണം? ഇതിനെക്കുറിച്ച് വിശദമായി നമ്മളോട് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ഡോക്ടർ റമീസ് രാജ, അസിസ്റ്റന്റ് പ്രൊഫസർ കമ്മ്യൂണിറ്റി മെഡിസിൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. സ്വാഗതം സർ. സർ, എന്താണ് കോളറ? സാധാരണ വയറിളക്കവും കോളറയും തമ്മിൽ എന്താണ് വ്യത്യാസം? കോളറ എന്നത് ആദ്യകാലങ്ങളിൽ, മനുഷ്യരാശിയുടെ ആദ്യകാലങ്ങളിൽ എടുത്താൽ ഒരു മഹാമാരിയായി നമ്മളെ ഒരുപാട് പ്രാവശ്യം വേട്ടയാടിയ ഒരു അസുഖമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിൽ യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കാര്യമായ മനുഷ്യ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ ഒരു അസുഖം കൂടിയായിരുന്നു കോളറ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളതിനെ ആ അസുഖത്തെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായി സാധിച്ചിട്ടുണ്ട്. കോളറ എന്നത് വിബ്രിയോ കോളറ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ അസുഖം എന്ന് പറയുന്നത് വയറിളക്കം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വയറിളക്കം വഴിയായി അതിൻ്റെ ഒരു പ്രഥമ ലക്ഷണമാണ്. പക്ഷേ ബാക്കി മറ്റുള്ള വയറിളക്ക രോഗങ്ങളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കോളറയിൽ അതിഭീകരമായ വയറിളക്കം എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി സാധാരണഗതിയിൽ ഒരു 7-8 പ്രാവശ്യമാണ് സാധാരണ ഒരു വയറിളക്കം പിടിപെടുമ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പക്ഷേ കോളറ വരുമ്പോൾ ഇത് 20 മുതൽ 40 പ്രാവശ്യം വരെ ഒരു വ്യക്തി വയറിളകി പോവുകയും തദ്വാരാ തന്നെ കൂടാതെ ഇത് കാരണം അയാൾക്ക് കാര്യമായ നിർജ്ജലീകരണം ഉണ്ടാകുന്നു, ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നുണ്ട്. വയറിളക്കം മാത്രമല്ല, അത് വേദന തീരെ തോന്നാത്ത രീതിയിലുള്ള വയറിളക്കവും അതുകൊണ്ട് തന്നെ കാര്യമായ ഛർദിലുകളും പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആൾ കാര്യമായി കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് പെട്ടെന്ന് തന്നെ ഒരാളെ ഒരു മോശാവസ്ഥയിലേക്ക്, അയാളുടെ ദേഹത്ത് വെള്ളം മാത്രമല്ല മറ്റു മിനറൽസ്, ദ്രാവകങ്ങളുടെ നഷ്ടം കാര്യമായി അയാൾക്ക് സംഭവിക്കുന്നു. ഇതുവഴി അയാൾ പെട്ടെന്ന് മരണപ്പെടാനും സാധ്യതയുണ്ട്. തുടക്കത്തിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള വയറിളക്ക രോഗങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വരുന്നതിനൊരു ഒരു വേഗത കുറഞ്ഞ ഒരു ക്രമമായിരിക്കും. പക്ഷേ കോളറയിൽ അങ്ങനെയല്ല. ഏതാനും മണിക്കൂറുകൾ മുതൽ ചിലപ്പോൾ ചില സമയത്ത് ഏതാനും മണിക്കൂറുകൾ, ചില ദിവസങ്ങൾ 5 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് ഈ രോഗാണുവിൻ്റെ ഇൻഫെക്ഷൻ, അണുബാധ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കോളറ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കാര്യമായ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുന്നു. ഇത് കാര്യമായി നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ വെള്ളം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വെള്ളം, പൊതുവെയുള്ള വൃത്തി, ഇത് മൂന്നുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത. സർ, ഏത് ഘട്ടത്തിലാണ് കോളറ ജീവന് തന്നെ ഭീഷണിയാകുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നു കാര്യമായ വയറിളക്കം വഴി. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞു പോവുകയും നമ്മളൊരു ഷോക്ക് എന്നുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം തീരെ കുറയുകയും ചെയ്തു. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് ഇതൊരു അപകട സാധ്യതയിലേക്ക് വന്നെത്തുന്നത്. ഈ ഒരു സമയത്ത് പലപ്പോഴും ഹോസ്പിറ്റലിലുള്ള സഹായത്തോടു കൂടി ഒരാൾക്ക് അതിൽ നിന്നും തരണം ചെയ്ത് എത്താൻ പറ്റുള്ളൂ. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ വയറിളക്കത്തിൽ ഉണ്ടാകുന്ന പോലെ, പക്ഷേ അതിൽ നിന്നും കുറച്ചധികം തരണം. കുട്ടികളിലാണ് ഇത് ഭീകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തുന്നത്.
അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ണിൽ കുഴി ഭയങ്കരമായി താന്നിരിക്കുക, അതുപോലെ തന്നെ ഭയങ്കരമായ ക്ഷീണം, കൂടാതെ തന്നെ നമ്മൾ തൊലിയിലുള്ള നമ്മൾ സ്കിൻ ടർഗർ എന്ന് പറയും, തൊലി ഒന്ന് വലിച്ചു നോക്കുകയാണെങ്കിൽ അതിന് ഒരു കാര്യമായ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞ ഒരവസ്ഥ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. കുട്ടികളിലാണെങ്കിൽ ചെറിയ കുട്ടികളിൽ നമുക്കറിയാം ഒരു 2 വയസ്സ് വരെ തലയോട്ടി ഉറച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ അത് കുഴിഞ്ഞ ഭാഗമായി കാണാൻ പറ്റും. നമ്മൾ ഫോണ്ടനലിസ് എന്ന് പറയും, ഫോണ്ടനയിൽ വെള്ളം ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ അത് താഴ്ന്നു പോകുന്നു. അപ്പം ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരാൾ കാര്യമായ കോളറ ബാധിച്ചുള്ള ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. പിന്നെ കോളറയിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ വയറിളക്കം സാധാരണ നിന്നും ഒരല്പം വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളതിനെ റൈസ് വാട്ടർ സ്റ്റൂൾ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം പോലുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും നമ്മുടെ മലത്തിന് കാണുന്നത്. അതൊരു ടിപ്പിക്കലായിട്ട് കോളറയിൽ കാണുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്കത് ആ രോഗമാണോ എന്ന് സംശയിക്കാനായി നമ്മളെ പ്രേരിപ്പിക്കണം. കോളറ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോളറയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അപ്പം ആദ്യം കോളറയാണെന്ന് തിരിച്ചറിയാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വയറിളക്കത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ. അപ്പം കഞ്ഞിവെള്ളം പോലുള്ള രീതിയിൽ വയറിളക്കം സംഭവിക്കുന്നു. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആദ്യത്തെ കുറച്ച് എപ്പിസോഡ്സ് ഓഫ് ഡയറിയ അല്ലെങ്കിൽ ആദ്യം വരുന്ന 5-6 വയറിളക്ക ഇത് വരുമ്പോൾ നമ്മൾ എന്നും ബാക്കിയുള്ള വയറിളക്കത്തെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ORS ലായനിയാണ് ഏറ്റവും ഉചിതമായി കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ORS ലായനി ശ്രദ്ധിച്ച് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഏകദേശം അതിനകത്ത് എന്ത് പാക്കറ്റാണോ നമ്മൾ വാങ്ങിക്കുന്നത്, ചിലപ്പോൾ നമുക്ക് 200 ml ഗ്ലാസ്സിലേക്കുള്ള പാക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് 1 ലിറ്ററിനുള്ള പാക്കറ്റ് കിട്ടും. അപ്പോൾ അത് എത്രയാണോ, അത് പകുതിയായോ അല്പമായിട്ടോ അല്ല, എത്രയാണോ അതിൽ നിർദ്ദേശിക്കുന്നത് അത് മുഴുവനായി കലക്കി ഉണ്ടാക്കി എന്നിട്ട് ഓരോ വയറിളക്ക എപ്പിസോഡും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ദാഹം തോന്നുമ്പോഴും എല്ലാം ഈ ORS ലൈന് കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള ആദ്യ ട്രീറ്റ്മെൻറ്റ്. എന്നിട്ടും ഭീകരമായി വീണ്ടും വീണ്ടും ആവർത്തിച്ച് വയറിളകുകയാണെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടെത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ORS ലൈന് കിട്ടിയില്ല എന്നിരിക്കുമെങ്കിൽ പോലും നമുക്ക് വീട്ടിലുള്ള ഒരു ചെറിയ രീതിയിൽ നമുക്ക് ORS ലൈനി ഉണ്ടാക്കാൻ കഴിയും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഭീകരമായ ഒരു വയറിളക്കം വന്നെത്തുന്നതിന് മുമ്പ് അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കണം. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഏകദേശം 1 ലിറ്റർ വെള്ളം എടുത്ത് തിളപ്പിച്ചാറ്റിയതിന് ശേഷം അതിലേക്ക് 6 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി അതിനൊരു കണ്ണുനീരിൻ്റെ ഒരു ഉപ്പ് രസമായിരിക്കും ഉണ്ടാവും. ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള വെള്ളം നമ്മൾ ധാരാളമായി കുടിക്കുന്നത് വഴി നമുക്ക് ആദ്യ സ്റ്റേജ് ഡീഹൈഡ്രേഷൻ സിവിയർ ആവാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. എന്നിട്ടും ആളിന് തുടർച്ചയായി വയറിളക്കവും വീണ്ടും ക്ഷീണത്തിലേക്ക് പോവുകയാണെങ്കിൽ അയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൽ എടുത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ശീതളപാനീയങ്ങൾ കഴിയുന്നതും ഈ ഒരു സമയത്ത് കുടിക്കാൻ നമ്മൾ സാധാരണ ഇതിൽ ക്ഷീണം വരുമ്പോഴുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകളും അതുപോലുള്ള മധുരമിട്ട പാനീയങ്ങൾ, ഇത് കോളറ അല്ലെങ്കിൽ നമുക്ക് ഡയറിയ ഉള്ള സമയത്ത്, കോളറ മാത്രമല്ല ഏത് തരത്തിലുള്ള വയറിളക്ക രോഗം ഉള്ളപ്പോഴും നമ്മൾ അങ്ങനെയുള്ള പാനീയങ്ങൾ കുടിക്കാൻ പാടില്ല. അത് അതിനെ വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ. ഇനി വീടുകളിൽ നമ്മൾ കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ പറഞ്ഞ പോലെ കോളറ പടർന്നു പിടിക്കുന്നത് ഒന്ന് ഹാൻഡ് ഹൈജീൻ അല്ലെങ്കിൽ ശുചിത്വമില്ലായ്മയിലൂടെയാണ്. നമ്മുടെ ശുചിത്വം, നമ്മുടെ കൈയുടെ ശുചിത്വം, ദേഹശുചിത്വം, ഇതെല്ലാം അതിനകത്ത് ബാധകമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളവും അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം കിണറിലാണ് നമ്മുടെ വെള്ള സ്രോതസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കിണർ നമ്മൾ 6 മാസത്തിലൊരിക്കൽ അതിനെ ക്ലോറിനേറ്റ് ചെയ്തുകൊണ്ട്, അപ്പം അതുവഴി നമുക്ക് കോളറയല്ല മറ്റ് ഏത് അസുഖങ്ങളിലും വയറിളക്ക അസുഖങ്ങളിലും നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ കിണറ്റിൽ എത്ര തൊടി ഉണ്ടെന്നാണ് ആദ്യം നോക്കേണ്ടത്, എത്ര തൊടി വെള്ളമുണ്ട്. അപ്പോൾ ഓരോ തൊടിക്കും ഒരു 2.5 ഗ്രാം എന്നുള്ള രീതിയിൽ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ എടുക്കുകയും അതിനെ ഒരു ബക്കറ്റിൽ ഒരു ലായനി പരുവത്തിൽ കലക്കിയെടുക്കുകയും അതിൻ്റെ മേൾഭാഗത്തുള്ള നേർത്ത വെള്ളം മാത്രം കിണറ്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമ്മളതിനെ തൊട്ടി വെച്ച് നന്നായി ഒന്ന് അജിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട സാധനം, ബ്ലീച്ചിങ് പൗഡറിനകത്ത് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ ആയിട്ട് മിക്സ് ചെയ്താണ് നമുക്ക് ക്ലോറിൻ വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ അടിയിലുള്ള വരുന്ന ഭാഗം അല്ലെങ്കിൽ നമുക്ക് സെഡിമെൻ്റ് ആയിട്ട് കിട്ടുന്ന ഭാഗം ഒരിക്കലും കിണറ്റിൽ ആഡ് ചെയ്യാൻ പാടില്ല. അത് വെള്ളത്തിൻ്റെ കട്ടി കൂട്ടും, നമുക്ക് കുടിക്കാനും മറ്റു ഉപയോഗങ്ങൾക്ക് ബുദ്ധിമുട്ടായി വരും. അപ്പോൾ ഇതുവഴി നമുക്ക് ശരിക്കും നമുക്ക് കോളറയിൽ നിന്നും വരാതെ കിണറ്റ് വെള്ളം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും.
ഇപ്പം നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, എത്ര നേരം ഇത് കൊടുക്കണം എന്നുള്ളതാണ്. ഈ സാധാരണ രീതിയിൽ പറയുന്നത് 1 മണിക്കൂറെങ്കിലും ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം, ഇപ്പം നമ്മളിപ്പം ബ്ലീച്ചിങ് പൗഡർ വഴിയായാലും അല്ലെങ്കിൽ നമ്മൾ ചെറിയ തോതിലുള്ള കുടിവെള്ള സ്രോതസ്സാണെങ്കിൽ നമുക്ക് ക്ലോറിൻ ടാബ്ലറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 മണിക്കൂറെങ്കിലും ആ ക്ലോറിന് അത് ആക്ട് ചെയ്യാനും അതിനകത്തുള്ള രോഗാണുക്കളെ കൊല്ലാനുള്ള സമയം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ വെല്ല് ക്ലോറിനേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു സൗകര്യത്തിന് നമ്മൾ പറയുന്നത് അത് വൈകുന്നേരങ്ങളിൽ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ കണ്ടുവരുന്നൊരു ശീലമുണ്ട്, തിളപ്പിച്ച വെള്ളത്തിലേക്ക് പച്ചവെള്ളം ചേർക്കുന്നൊരു ശീലം. അതായത് വെള്ളത്തിന്റെ ചൂട് പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് പച്ചവെള്ളം ചേർക്കുന്നൊരു ശീലം. ഇത് എത്രത്തോളം ദോഷകരമാണ്? അങ്ങനത്തെ ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് തീരെ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. നമ്മൾ വെള്ളം തിളപ്പിച്ചുപയോഗിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ബാക്ടീരിയയും മറ്റു രോഗാണുക്കളും ചാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയിൽ വെള്ളം തിളപ്പിച്ചു തുടങ്ങുമ്പോൾ ആദ്യം ആവി വരികയും പിന്നെ അതിനകത്തുനിന്ന് കുമിളകൾ വന്നു തുടങ്ങും. അപ്പോൾ കുമിളകൾ വന്നു തുടങ്ങുമ്പോൾ അതിനെ സാധാരണയിൽ നമ്മൾ പറയുന്നതിന് വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം അല്ലെങ്കിൽ റോൾ ബോയിലിംഗ് വാട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരു 2-3 മിനിറ്റെങ്കിലും ഈ വെള്ളം വെട്ടിത്തിളയ്ക്കുന്ന അവസ്ഥയിൽ തന്നെ അടുപ്പിൽ സൂക്ഷിക്കേണ്ടതും അത് കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം വെള്ളം മാറ്റി വെച്ച് തണുപ്പിച്ചാറി നമ്മൾ ഉപയോഗിക്കാനായിട്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ അതിനകത്ത് ചെറിയ ചൂടുണ്ടല്ലോ എന്ന് കരുതി തിളപ്പിക്കാത്ത വെള്ളം അതിലേക്ക് ആഡ് ചെയ്യുന്ന വഴി വീണ്ടും രോഗാണുക്കൾ അതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ആറ്റാനായിട്ട് അതിനകത്ത് തണുത്ത വെള്ളം ചേർക്കാൻ പാടുള്ളതല്ല. ഹോട്ടലുകളിലും തട്ടുകടകളിലും പോയി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മളിപ്പോൾ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പലപ്പോഴും ഹോട്ടലുകളിലും മറ്റു തട്ടുകടകളിലും പോയി ആഹാരം കഴിക്കേണ്ട ഒരവസ്ഥയുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കണം. പൊതുവായ വൃത്തി ആ ആഹാരം പാകം ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഹോട്ടലിലും തട്ടുകടയിലും ഉണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. അവരുടെ വെള്ളത്തിന്റെ സ്രോതസ് എന്താണ് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പൊതുവെയുള്ള വൃത്തി എന്ന് പറയുമ്പോഴത്തേക്കും അവർ ആഹാരം സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്, മറ്റേ ഈച്ചകളോ അങ്ങനെയൊന്നും വന്ന് പറ്റാത്ത രീതിയിൽ അത് കറക്റ്റായിട്ട് കവർ ചെയ്താണോ അത് വെക്കുന്നത്, അതുപോലെ തന്നെ പ്ലേറ്റുകളും മറ്റും വൃത്തിയായി കഴുകുന്നുണ്ടോ, പൊതുവെയുള്ള അവിടെ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നവരുടെ ഹൈജീൻ, ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കഴിയുന്നതും ഒരു കോളറ ഔട്ട് ബ്രേക്ക് ഉണ്ട്, നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് പല കോളറ കേസസ് ഉണ്ടെങ്കിൽ കഴിയുന്നതും പൊതുസ്ഥലങ്ങളിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് കുറയ്ക്കുന്നതാണ് ഉചിതം. അല്ലെങ്കിൽ പോലും മറ്റ് വയറിളക്ക രോഗങ്ങളും ഇതേപോലെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. അതെപ്പോഴും സൂക്ഷിച്ചു തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഈ കോളറ അല്ലെങ്കിൽ അതുപോലത്തെ വയറിളക്ക രോഗങ്ങൾ ഏതെല്ലാം രീതിയിലാണ് പകരുന്നത്? നമ്മൾ പൊതുവെ വയറിളക്ക രോഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോളറ ഉൾപ്പെടെയുള്ള വയറിളക്ക രോഗങ്ങൾ നമ്മൾ ഇതിനെ ഫീക്കോ ഓറൽ റൂട്ട് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ആഹാരത്തിൽ നിന്നും അല്ലെങ്കിൽ കുടിവെള്ളത്തിൽ നിന്നും ഇതിലെല്ലാം നമ്മുടെ മലമൂത്ര വിസർജനമായി കലരുന്ന രീതിയിലുള്ള അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഈ രോഗങ്ങൾ പടരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മളൊരു വെള്ളം അതിനകത്ത് ഒരു നല്ലൊരു ഭാഗം വെള്ളമാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വെള്ളം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണെങ്കിലും അത് ഇതുപോലെ ഒന്നിൽ തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം അല്ലെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളമായിരിക്കണം. പിന്നെ പറയുന്നത് ഫിൽറ്ററിൽ നിന്ന് ഉപയോഗിക്കുന്ന വെള്ളം. പക്ഷേ ഫിൽറ്ററിൽ നിന്ന് ഉപയോഗിക്കുന്ന വെള്ളങ്ങൾ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന പൊതുസ്ഥലങ്ങളിൽ ഫിൽറ്ററിന്റെ മെയിൻ്റനൻസ് നടക്കാറില്ല. അപ്പം അതൊരു കാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫിൽറ്ററിന്റെ മെയിൻ്റനൻസ് ലോഗ് പൊതുസ്ഥലങ്ങളിലുള്ളിടത്ത് ലോഗ് വെക്കുകയും എത്ര നാൾ കൂടിയാണ് ഇത് ഫിൽറ്റർ ക്ലീൻ ചെയ്തതെന്ന്. അപ്പോൾ അത് നമ്മൾക്ക് പൊതുവെ വിദ്യാലയങ്ങളിലും പബ്ലിക് പ്ലേസുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അത് കൃത്യമായി ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായി സർവീസ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് ആ വെള്ളം ധൈര്യമായി നമുക്ക് കുടിക്കാൻ സാധിക്കും. അപ്പം വെള്ളത്തിന്റെ കാര്യം ഒന്നാണ്. പിന്നെ ആഹാര സാധനങ്ങൾ പാചകം ചെയ്തത് ഇപ്പം നന്നായി ചൂടാക്കി തന്നെ കഴിക്കണം. അതുപോലെ തന്നെ ചൂടായി കഴിച്ച സാധനം കഴിയുന്നതും ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആഹാരം സൂക്ഷിക്കുന്ന സമയത്ത് അതിൽ ഈച്ചയോ മറ്റ് പ്രാണികളോ വന്ന് പെടാതിരിക്കുക. ഈച്ച നല്ലൊരു വാഹകരാണ് ഇതുപോലുള്ള കോളറയും മറ്റ് അനുബന്ധ വയറിളക്ക രോഗങ്ങളുടെയും വാഹകരായി നമ്മൾ ഈച്ചകൾ നന്നായി ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഈച്ചയുമായിട്ടുള്ള കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ പച്ചക്കറികൾ കഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളത് പച്ചയായി കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നീ നല്ല വെള്ളത്തിൽ നന്നായി കഴുകുകയോ അല്ലെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞ് കഴിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു ശീലമായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഇനി അടുത്തതായി നോക്കുന്ന മലമൂത്ര വിസർജനം. അത് നമ്മൾ പൊതുസ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഇടയിൽ ആ ശീലം വളരെ കുറവാണ്. എങ്കിൽ പോലും പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം, അതുപോലെ തന്നെ മലമൂത്ര വിസർജനം പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും കൈ നന്നായി കഴുകുക. അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിലാണെങ്കിൽ അവർ
പറമ്പിലും എല്ലാം കളിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കളിച്ചിട്ടൊക്കെ വരുമ്പോഴും കൈകാലുകൾ നന്നായി കഴുകിയതിനു ശേഷം മാത്രം ആഹാരം കഴിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. അപ്പം ഈച്ചയുടെ സാന്നിധ്യം നമ്മുടെ ഒരു പരിധിവരെ നമ്മളുടെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു പ്രോബ്ലമാണ്. നമ്മുടെ പരിസരത്ത് നമ്മൾ ആവശ്യമില്ലാതെ വേസ്റ്റ് വസ്തുക്കൾ ഇടുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഈച്ചയുടെ സാന്നിധ്യം ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ആക്ടിവിറ്റീസ് കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. സർ, ഈ വിപണിയിൽ ലഭ്യമായ കോളറ വാക്സിനുകളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 2 ടൈപ്പ് വാക്സിനുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. രണ്ടും ഓറൽ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ നേരെ കഴിക്കുന്ന രീതിയിലുള്ളതാണ്. ഇതൊരു വൈറസ് സംബന്ധമായ രോഗമായതുകൊണ്ട് അതുവഴിയാണ്. ഏകദേശം 1.5 ml വെച്ചാണ് ഇതിന്റെ ഡോസ്. 2 ഡോസാണ് എടുക്കാൻ പറയുന്നത്. നമുക്കതൊരു പ്രിവെന്റീവ് മെഷർ എന്നുള്ള രീതിയിൽ ഒരു അധികകാലം ആയുസുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് അല്ല വാക്സിനേഷൻ. നമുക്ക് മറ്റു പല വാക്സിനേഷൻ കാണുന്ന പോലെ ഒരു ലോങ് ടേം പ്രിവെൻഷൻ ഇത് തരുന്നില്ല. യൂഷ്വലി മിക്ക വാക്സിനുകൾ നമുക്ക് 1 മുതൽ 2 വർഷം വരെ, ചില വാക്സിൻ ആണെങ്കിൽ 6 മാസം വരെ മാത്രമേ ഉള്ളൂ അതിന്റെ ആയുസ് എന്ന് പറയുന്നത്. അപ്പം ഇത് പലപ്പോഴും വാക്സിനേഷൻ ഒരാളിൽ ഇൻഡിക്കേറ്റഡ് ആയി വരുന്നത് നമ്മൾ ഒരു ചെറിയൊരു യാത്ര പോകുന്നു, ആ സ്ഥലത്ത് കോളറയുടെ ഔട്ട് ബ്രേക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോളറയ്ക്ക് സാധ്യത കൂടിയ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമേ വാക്സിനേഷന് കാര്യമായ റോളുള്ളൂ. അല്ലാത്ത രീതിയിൽ സാധാരണഗതിയിൽ വാക്സിനേഷന് റോള് പൊതുവെ കുറവാണ് കോളറയിൽ. ഡോക്ടർ റമീസ് രാജ ഇന്നിവിടെ നമുക്ക് പകർന്നു തന്ന അറിവുകൾ വളരെ ഉപകാരപ്രദമായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഏവരും പരിശ്രമിക്കേണ്ടതുണ്ട്. നന്ദി സർ. താങ്ക് യു.